മുല്ല 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 ഇങ്ങനെ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ചേർന്ന് നിർത്താതെ വിളിച്ചിട്ടും മുല്ല അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ കഴുതപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും ഇതേപോലെ കഴുതപ്പുറത്ത് മുല്ല പോകുന്നുണ്ട്. അന്നും ഗ്രാമത്തിലുള്ള ആൾക്കാർ നിർത്താതെ വിളിച്ചിട്ടും വിളി കേൾക്കാതെ മുല്ല അങ്ങ് പോയി കളഞ്ഞു. മൂന്നാമത്തെ ദിവസം ഇത് തന്നെ ചെയ്തു. അങ്ങനെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ദേഷ്യം വന്നു. ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഇത്രയും മുതിർന്ന ഗ്രാമത്തലവന്മാരടക്കമുള്ള ആൾക്കാർ വിളിച്ചിട്ടും മുല്ല ഇങ്ങനെ നിർത്താതെ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും സംഘം ചേർന്ന് അടുത്ത ദിവസം മുല്ല കഴുതപ്പുറത്ത് വരുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എന്താ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് നീ നിൽക്കാതെയും കേൾക്കാതെയും പോകുന്നതെന്ന്. അപ്പോൾ മുല്ല പറഞ്ഞു, ഞാനാണോ നിൽക്കാതിരുന്നത്? കഴുതയല്ലേ നിൽക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കഴുതയോട് ചോദിക്കുമെന്ന്. അപ്പോൾ ഗ്രാമത്തലവൻ ചോദിച്ചു, നിങ്ങളല്ലേ കഴുതയെ ഓടിക്കുന്നത്, അപ്പോൾ നിങ്ങളല്ലേ ഉത്തരവാദിയെന്ന്. അപ്പോൾ മുല്ല പറഞ്ഞു, ഈ കഴുത പടിഞ്ഞാറ് പോകാൻ പറഞ്ഞ കിഴക്ക് പോവും, കിഴക്ക് പോകാൻ പറഞ്ഞ തെക്ക് പോവും, തെക്ക് പോകാൻ പറഞ്ഞ വടക്ക് പോവും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കഴുതപ്പുറത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുക? അപ്പോഴാണ് മുല്ല ആ സൂത്രം അവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. ഈ കഴുതപ്പുറത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കഴുത പോകുന്ന വഴിക്കാണ് ഞാൻ പോകുന്നത്. കഴുത കിഴക്ക് പോയാൽ അവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലികൾ ഞാൻ ചെയ്യും. പടിഞ്ഞാറോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത്. അതോടൊപ്പം ഈ കഴുതയിൽ നിന്ന് പഠിച്ചിട്ടുള്ള 3 പാഠങ്ങളും മുല്ല ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. 1, ആഫ്റ്റർ ഓൾ ഇതൊരു കഴുതയാണ്. 2, കഴുതയോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കഴുതയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. 3, കഴുതയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ചില ആളുകളും സിറ്റുവേഷനും തന്നെയാണ് ഈ പറയുന്ന കഴുത. നമ്മൾ ഈ 3 കാര്യം തന്നെയാണ് ഓർക്കേണ്ടത്. ഇതൊരു കഴുതയാണ്, കഴുതയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കഴുതയുമായി കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.